നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയറിൻ്റെ അനാലിസിസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വോൾട്ടേജ് ഗെയിൻ കണ്ടെത്തുകയുണ്ടായി. ഇനി നമുക്ക് അവിടെ കണ്ടെത്താനുള്ളത് ഔട്ട്പുട്ട് ഇമ്പിഡൻസിനെ കുറിച്ചും ഇൻപുട്ട് ഇമ്പിഡൻസിനെ കുറിച്ചുമാണ്. ആദ്യം ഇൻപുട്ട് ഇമ്പിഡൻസ്. അപ്പം എങ്ങനെയാണ് ഇൻപുട്ട് ഇമ്പിഡൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയാണ്. ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് എന്താണെന്ന് അല്ലെങ്കിൽ ഇമ്പിഡൻസ് എന്താണെന്ന് നമുക്കറിയാം. R = V/I ആണ്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മുകളിൽ കാണുന്നത് തീറ്റയല്ല, അത് V തന്നെയാണ്. സോ Z ഇൻപുട്ട് = V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ I ഇൻപുട്ട്. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻപുട്ടിലുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലുള്ള കറണ്ട്. സിംപ്ലി അത് ഓംസ് ലോ മാത്രമാണ്, അതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനിയും വി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കണ്ടെത്തേണ്ടത് ഇൻപുട്ട് കറണ്ടാണ്. അതെത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻപുട്ട് കറണ്ട്, ഈ കറണ്ട് ഇവിടുന്ന് രണ്ടായിട്ട് വഴി തിരിയുന്നുണ്ട്. കുറച്ച് കറണ്ട് RBയിലൂടെ കടന്നു പോകുന്നുണ്ട്, മറ്റൊന്ന് R പൈയിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കറണ്ടിനെയും ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻപുട്ടിലുള്ള കറണ്ട്. അപ്പോൾ ഓരോ കറണ്ടും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന കറണ്ട്, ആ കറണ്ടിനെ നമുക്ക് ഓംസ് ലോയിലൂടെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുമുമ്പ് ഇത് പാരലൽ കണക്ഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതായത് അവിടുത്തെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇപ്പോൾ VIN ആണ് ഇവിടുത്തെ വോൾട്ടേജ് എങ്കിൽ ഇവിടെയും VIN ആയിരിക്കും, ഇവിടുത്തെ വോൾട്ടേജും VIN തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുവഴി പോകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടുത്തെ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? I = V/R തന്നെയാണ്. V എന്ന് പറയുന്നത് V ഇൻപുട്ട് തന്നെയാണ്, R എന്ന് പറയുന്നത് RB ആണ്. സോ V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ I ഇൻപുട്ട് = V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ RB. അപ്പോൾ ഇവിടുത്തെ കറണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് അതിന് ശേഷമുള്ള R പൈയിലൂടെ പോകുന്ന കറണ്ടാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കറണ്ട് കിട്ടുന്നതാണ്. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പാരലൽ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ V ഇൻപുട്ട് തന്നെ ആയിരിക്കും ഇവിടെയും ഇവിടെയും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് V ഇൻപുട്ടാണ്. ഇനി അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം, അത് R പൈ ആണ്. സോ ഇതുവഴി പോകുന്ന കറണ്ട് I = V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ R പൈ ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻപുട്ട് കറണ്ട്. ഇപ്പോൾ ടോട്ടൽ ഇൻപുട്ട് കറണ്ടിൽ V in എന്ന് പറയുന്നത് രണ്ട് ഇടത്തും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ വെളിയിലേക്ക് എടുക്കാം. സോ വെളിയിലേക്ക് എടുക്കുമ്പോൾ V ഇൻപുട്ട് × 1/RB + 1/R പൈ എന്ന് കിട്ടുന്നതാണ്. അപ്പം IN നമുക്ക് കിട്ടിക്കഴിഞ്ഞു, VIN ഇവിടെ ഉണ്ട്. അപ്പോൾ സിംപ്ലി ഈ VIN-നെ ഈ കിട്ടിയിരിക്കുന്ന IN കൊണ്ട്, അതായത് ഇൻപുട്ട് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ മതിയാകും. അതിനർത്ഥം സിംപ്ലി പറയുകയാണെങ്കിൽ ഈ വാല്യൂ കൊണ്ട് ഈ ഒരു ഇക്വേഷനിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇവിടെ ന്യൂമറേറ്ററിൽ VIN ഉണ്ട്. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഇക്വേഷനിലും VIN ഉണ്ട്. അപ്പോൾ രണ്ട് VIN-ഉം പരസ്പരം ക്യാൻസലായി പോകുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ 1 മാത്രം അവശേഷിക്കുന്നു. ആ 1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് VIN ഓൾറെഡി പോയി കഴിഞ്ഞു. ബാക്കിയുള്ളത് 1/RB + 1/R പൈ എന്നാണ്. അപ്പോൾ അതിനെ അതേപടി തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1/RB + 1/R പൈ എന്നാണ്. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു ഇക്വേഷനുമായിട്ട് സാമ്യമുണ്ടെന്നല്ല, ആ ഇക്വേഷൻ തന്നെയാണ്. അതായത് രണ്ട് റെസിസ്റ്ററുകൾ തമ്മിൽ പരസ്പരം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ R1 R2 ആണെങ്കിൽ 1/R1 + 1/R2 എന്നായിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത്, 1/RB + 1/R പൈ. ആ ഇക്വേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സർക്യൂട്ടിലോട്ട് നോക്കിയാൽ മതി, രണ്ട് RBയും R പൈയും പാരലാണ്. സോ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ZIN-നെ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ സാധിക്കുക? ZIN എന്ന് പറയുന്നത് RB ∥ R പൈ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ആയിരിക്കും Z ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ തെവെനിൻസ് ഇക്വലൻ്റ് സർക്യൂട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് വേണം അതിനെ കണ്ടെത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ അത് തെവെനിൻസ് ഇക്വേഷൻസ് ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അത് സാധാരണഗതിയിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട് ഇലക്ട്രോണിക്സുകാരുടെ. അപ്പോൾ ആ സബ്ജക്റ്റുകളിലാണ് പ്രധാനമായിട്ടും അത് അപ്ലൈ ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തെവെനിൻസ് എന്താണെന്നൊന്നും ചോദിക്കത്തില്ല, കാരണം അങ്ങനെ ഒന്നും നിങ്ങളുടെ സിലബസിലില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സ്മോൾ സിഗ്നൽ അനാലിസിസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തായാലും ഈ തെവെനിൻസ് ആ ഡെറിവേഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. തെവെനിൻസ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, കാരണം ഔട്ട്പുട്ടിലുള്ള ഇമ്പിഡൻസ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കണം. ഈ ഒരു ഔട്ട്പുട്ടിൽ നിന്നും ഇതിൻ്റെ ഉള്ളിലേക്ക്, സർക്യൂട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കണം. അവിടെ നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് സോഴ്സോ ഒരു വോൾട്ടേജ് സോഴ്സോ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. കറണ്ട് സോഴ്സ് ആണെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ടിടണം, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അത് ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്ത് നമുക്കവിടെ ഒരു ലൈൻ മാത്രം വരയ്ക്കാം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സുകളുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, പക്ഷേ അത് ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സ് അല്ല. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലുള്ള മറ്റൊരു വാല്യൂവുമായിട്ട് അത് ഡിപ്പെൻഡൻ്റ് അല്ല. മറ്റൊരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. അതിൻ്റെ കാരണം ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. IC എന്ന് പറയുന്നത് GM × V⁻ ആണ്. V⁻യുടെ വാല്യൂവിനെയൊക്കെ V⁻യുടെ വാല്യൂ മാറുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ മാറും. അതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല, ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് സോഴ്സ് ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് അങ്ങനെ ഷോർട്ട് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. നമുക്കറിയാം പാരലൽ കണക്ഷനിൽ പാരലായിട്ടുള്ള എല്ലാ ബ്രാഞ്ചിലും ഒരേപോലുള്ള വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്തായാലും 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 0 ആയിരിക്കുമല്ലോ, ഇവിടെയും 0 ആയിരിക്കും, V⁻യും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണം ഈ ഇക്വേഷനിലുണ്ട്. IC = GM × V⁻ എന്നാണ്. ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ V⁻ 0 ആയി. അപ്പോൾ ഈ ഇക്വേഷനിൽ V⁻യുടെ സ്ഥാനത്ത് നമുക്ക് 0 കൊടുക്കാം. 0 കൊണ്ട് ഏതൊരു നമ്പറിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം 0 തന്നെയാണ്. സോ IC എന്ന് പറയുന്നത് 0 ആണ്. IC 0 ആയി കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ കറണ്ട് സോഴ്സ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കറണ്ട് സോഴ്സിനെ അങ്ങ് കളയാം. കറണ്ട് സോഴ്സിനെ കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ആ കറണ്ട് സോഴ്സ് പോയി. അപ്പോൾ ഇതുവഴി കറണ്ട് പോകുന്നില്ല എന്നൊരു കൺസെപ്റ്റിലെത്തി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പിഡൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് RC മാത്രമാണ്. സോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് = RC. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയും മൊത്തത്തിൽ അതിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് സ്മോൾ സിഗ്നൽ അനാലിസിസ് വന്നിരിക്കുന്നത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചതാണ് വോൾട്ടേജ് ഗെയിൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതിൻ്റെ വാല്യൂ -GM × RC എന്നാണ്. GM എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വോൾട്ടേജ് ഗെയിനിൽ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൈൻ വേവ് ആണല്ലോ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ ഇങ്ങനെ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. അതായത് ഇവിടെ ഇങ്ങനെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സിഗ്നൽ അതിന് 180 ഡിഗ്രി ഫേസ് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. അത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തുടങ്ങുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് തുടങ്ങുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ നെഗറ്റീവ് സൈൻ. എങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടായതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഡെറിവേഷൻ്റെ സമയത്ത് പറഞ്ഞതാണ്. അടുത്തത് പിന്നീട് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്താണ്? ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതായത് 1/1 + RB + 1/R⁻. അത് കഴിഞ്ഞ ഈ ക്ലാസ്സിൽ തന്നെ നമ്മളത് ഡിറൈവ് ചെയ്തതാണ്. പിന്നെ തൊട്ട് മുമ്പ് അവസാനമായിട്ട് നമ്മൾ കണ്ടെത്തിയ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അതിൻ്റെ വാല്യൂ സിംപ്ലി RC ആണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷനെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആണ് ഇൻഫിനിറ്റി ആണെന്നുള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ചാണ്. ഇതിനെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എടുത്തിരിക്കുമായിരുന്നു ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ്. അത് പ്രാക്ടിക്കലി അത് ഇൻഫിനിറ്റി ആയിരിക്കത്തില്ല. നമുക്ക് ഈ ഒരു അനാലിസിസിന് വേണ്ടിയാണ് നമ്മളതിനെ ഇൻഫിനിറ്റി ആക്കി മാറ്റിയത്. അപ്പോൾ അത് ഇൻഫിനിറ്റി അല്ല,
വാല്യൂ ഉണ്ട് എന്ന് ആ വാല്യൂ ഉണ്ട്, ആ വാല്യൂവിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനുകളിലും ആ മാറ്റം ഉണ്ടാകുന്നതാണ്. അതെന്താണെന്ന് നോക്കാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്തു. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആർ സി മാത്രമായിരിക്കില്ല. ഇവിടെ വോൾട്ടേജ് ഗെയിൻ്റെ അവിടെ -GM/RC ആണ്. ഇവിടെ ആർ സിയെ കൂടാതെ മറ്റൊരു റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് അതിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ആർ സിയെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് RC പാരലൽ ടു RO ആണ്. സോ നമുക്ക് പുതിയൊരു വോൾട്ടേജ് ഗെയിൻ അവിടെ കിട്ടും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് -GM/RC പാരലൽ ടു RO എന്ന് കിട്ടും. അതുപോലെ ഇൻപുട്ട് ഇമ്പിഡൻസിൽ എന്താണ് മാറ്റം? ഇൻപുട്ട് ഇമ്പിഡൻസിൽ നേരത്തെ ഇക്വേഷനിലും ഉണ്ടായിരുന്നത് RB പാരലൽ ടു Rπ ആണ്. ഇവിടെയും RB പാരലൽ ടു Rπ എന്ന് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന് ഇൻപുട്ടിൽ പ്രാധാന്യമില്ല. അതുകൊണ്ട് അവിടുത്തെ റെസിസ്റ്റൻസിനെ അതിന് സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വാല്യൂ അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നേരത്തെ RC ആയിരുന്നുവെങ്കിൽ ഇവിടെ RC അല്ല, RO പാരലൽ ടു RC ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ RCയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ROയുടെ ഒരു ഇൻഫ്ലുവൻസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസിൽ കാണിക്കാറുണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസിൽ അത് കാണിക്കുന്നില്ല. കാരണം ഇൻപുട്ട് ഇമ്പിഡൻസിൽ ROയ്ക്ക് പ്രാധാന്യമൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു.